ഹലോ ഗൈസ്, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് മൈൻക്രാഫ്റ്റ് പാർട്ട് 3 ആണ്. അപ്പം ഇല്ലേ, ഞാൻ ഇനി ഇല്ലേ ഇച്ചിരി നേരം ഒന്ന് ഇല്ലേ എൻ്റെ ഈ ലൈബ്രറി എടുത്ത് നോക്കട്ടെ, ഇതിനകത്ത് എന്തൊക്കെ സാധനം ഉണ്ടെന്ന്. അങ്ങനെ ലൈബ്രറിയൊക്കെ അങ്ങനെ എടുത്ത് നോക്കി. ഇതൊരു പോർട്ടലാണ് ഗൈസ്. ഒരു കാര്യം പറയാനുണ്ട്. പിന്നെ ഇല്ലേ, ഇത് മൈൻക്രാഫ്റ്റിൻ്റെ പാർട്ട് 3 ആണ്. അപ്പോൾ പാർട്ട് 4ഉം പാർട്ട് 5ഉം നാളെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇല്ലേ പാർട്ട് 6 പാർട്ട് 7 ഇതെല്ലാം ഇല്ലേ മറ്റന്നാൾ അതിൻ്റെ പിറ്റേന്ന് ഇങ്ങനെ അവൈലബിൾ ആയിരിക്കും ഗൈസ്. അപ്പോൾ നിങ്ങളത് ഇല്ലേ കാണാതിരിക്കല്. അപ്പോൾ അതൊക്കെ കണ്ടിരിക്കണം. അപ്പോൾ ഇതും കണ്ടിരിക്കണം. ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്ക് 10K ലൈക്സ് ആണ്. പിന്നെ 100K ഇതാണ് 100K വ്യൂസുമാണ്. പിന്നെ അതൊന്നും നിങ്ങൾ ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. നിങ്ങൾ വഴികെ എൻ്റെ വീഡിയോസ് ഇങ്ങനെ ഇല്ലേ കാണാതെ ഇല്ലേ മടിച്ചിരിക്കുകയാണ് ഗൈസ്. പ്ലീസ് ഒന്ന് കണ്ടാലേ പറ്റുള്ളൂ. കണ്ടാലില്ലെങ്കിൽ ഇല്ലേ എൻ്റെ ഇതൊന്നും ആവൂല. എൻ്റെ ദൈവമേ ഗൈസ്, ഒന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ ഇല്ലേ എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ അപ്പം ഇല്ലേ വേറെ വേൾഡിൽ വന്ന് തായ്ലൻഡ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് തായ്ലൻഡ് തന്നെ. എടാ പോലീസുകാരാ, അയ്യോ മോശോ എന്തിയോ യോ तुमसे गलग अण्णा पाते अपाती ते ना अपातियो अपाती ते कूद अपातियो अपाती कूद अपातिये. ഇത് തായ്ലൻഡിലാണ് ഫസ്റ്റ് ഉണ്ടായത്. എന്നിട്ടില്ലേ ഇന്ത്യയിലകത്ത് അവൈലബിൾ ആയതാണ്. ഈ ഒരു പെണ്ണ് വേറെ ഏതോ ഒരു പെണ്ണില്ലേ ഈ പാട്ട് പാടിയതാണ് ഈ ഇന്ത്യയിൽ. ഇപ്പം ഈ പാട്ട് ഭയങ്കര വൈറലാണ്. പിന്നെ ഇല്ലേ തായ്ലൻഡിലുള്ള ഒരു ഒറിജിനൽ പാട്ട് അത് ഇന്ത്യ പാട്ടാണെന്ന് ഇല്ല ഒരാൾ പറയാണ്. അത് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അതില്ലേ ശരിക്കും തായ്ലൻഡിൻ്റെ പാട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് ഗൈസ് എൻ്റെ സംശയം. എനിക്ക് സംശയം എന്ന് പറഞ്ഞാലേ മഹാസംശയമാണ്. നിങ്ങൾക്കറിയാലോ ഗൈസ്, എനിക്ക് മഹാസംശയമാണ്. എൻ്റെ ദൈവമേ, എന്ത് ചെയ്യാനാ? എന്താ അതെ, ഒരു വാളുണ്ട് എനിക്ക്, വാള്. ഇനി ഞാൻ മൈൻക്രാഫ്റ്റ് വേൾഡിൽ പോകണമെങ്കിൽ ഇല്ലേ ഒരു പോർട്ടൽ കണ്ടുപിടിക്കണം. ആ പോർട്ടലിൻ്റെ പേര് ഹെൻറി എന്നാണ്. ഹെൻറി എന്നുള്ള ആ പോർട്ടൽ കണ്ടുപിടിച്ചാലേ പറ്റൂ ഗൈസ്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും എടാ ലോയിസ്റ്റേ, എടാ ഒരുപാട് ദിവസമായി കണ്ടിട്ട്. ഒരുപാട് ദിവസമായിടാ. അപ്പം നിനക്ക് എന്നെ ഓർമ്മയുണ്ടാടാ? എടാ എനിക്ക് നിന്നെ നല്ല കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. നീ ആരെന്ന് വരെ എനിക്ക് ഓർമ്മയുണ്ട്. എടാ ലൂയിസേ, നീ അങ്ങ് ആള് ക്ഷീണിച്ചു പോലടാ. നിനക്ക് എന്താടാ പറ്റിയ? എടാ ഒന്നും പറയണ്ടാ. വെയിൽ കൊണ്ട് ഞാൻ ഒരു വഴിയായി. അപ്പോഴാണ് വെയിലിൻ്റെ കാര്യം. അത് എൻ്റെ ദൈവമേ, ലൂയിസ് എങ്ങാനും ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ശരി, ഇനി പോവാം. ഹെൻറിയുടെ പോർട്ടല് ഇതാണ്. ഇതൊന്നുമല്ല. ഹെൻറിയുടെ പോർട്ടൽ വേറെയാണ്, പക്ഷെ ബ്ലൂ കളർ ആണെന്നേ ഉള്ളൂ. നീ പോയാണ് നിന്നിട്ട് ഹെൻറിയുടെ. ദൈവമേ ഗൈസ്, ഇത് കയറി എങ്ങനെങ്കിലും ഈ ഒരു പസിൽ കംപ്ലീറ്റ് ആക്കണം. പക്ഷേ ഇല്ല, ഇതിന് കയറി ഈ പസിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാൻ തോന്നുന്നില്ല. എനിക്ക് രണ്ടാമത്തെ വഴി കയറാൻ പറ്റുന്നില്ല. ഇതാണ് ദൈവമേ ഗൈസ്. അപ്പം ഞാൻ ദിവസം എൻ്റെ വീഡിയോസ് ഞാൻ ഇടും. അപ്പം ഇല്ലേ മസ്തിഷ്ക ചൊവ്വേൻ്റെ ഇതും ഞാൻ ഇടും ഗൈസ്. അപ്പം മസ്തിഷ്ക ചൊവ്വേനെ കുറിച്ച് പറയുകയാണെങ്കിൽ മസ്തിഷ്ക ചൊവ്വ എപ്പോഴും ഇല്ലേ ഒരു കറുത്ത കളർ അല്ല റെഡ് കളറിലായിരിക്കും. നല്ലപോലെ ചുവന്നുകൊണ്ടിരിക്കും. പിന്നെ അതിന് നല്ല തിളച്ചോ ഉണ്ട്. പിന്നെ ഇല്ലേ ആ മസ്തിഷ്ക രോഗവും കൂടെ ചേർന്നപ്പോൾ ഇല്ലേ അതിനിപ്പോൾ ഒരുപാട് ചൂട് പറ്റി ഗൈസ്. ചൂട് എന്ന് വെച്ചാൽ ചൂട്. പിന്നെ ഇല്ലേ മസ്തിഷ്ക സൂര്യനും മസ്തിഷ്ക ചൊവ്വയും ഈ രണ്ടും കൂടെ ഒരുമിച്ച് ചേർന്ന് അങ്ങനെ ഒരുപാട് ചൂടെത്തി ഗൈസ്.
അങ്ങനെ ഒരുപാട് ചൂടെത്തി ഇല്ലേ. നമ്മളുടെ നാടിപ്പോൾ ഒരു മരുഭൂമിയെ കണക്കാവാറായി. നാടല്ല, ഈ ലോകം തന്നെ മരുഭൂമിയെ കണക്കാവാറായി. നിങ്ങളല്ലേ വെയിറ്റ് ചെയ്യണം ആ വീഡിയോ ഇടാൻ വേണ്ടി. അപ്പോഴത്തേക്കും ഇല്ല, ഞാൻ ഈ വീഡിയോ ഞാൻ യൂട്യൂബ് ഇട്ടിരിക്കാം. ഇത് എത്ര മിനിറ്റിൻ്റെ വീഡിയോ ആണെന്ന് എനിക്കൊന്നും അറിഞ്ഞൂടാ. പക്ഷെ ഇല്ല, ഇത് ഒരുപാട് നേരമുള്ള വീഡിയോ ആണ്, അതേ എനിക്ക് പറയാനുള്ളൂ. ചേട്ടാ, എന്നാലും ഹെൻറിയുടെ പോർട്ടൽ കാണാനില്ലല്ലോ. ഇനി ഇതായിരിക്കോ ഇനി നോക്കട്ടെ. ഹെൻറിയുടെ പോർട്ടൽ ഇത് തന്നെ. അല്ല ഇതല്ല ഹെൻറിയുടെ പോർട്ടൽ. നമ്മൾ ഇപ്പം വീണ്ടും തായ്ലൻഡിലെത്തിയാ? അല്ലേ, തായ്ലൻഡ് അല്ലേ, ഇത് അമേരിക്കയാണ്. ഹായ് ഗായ്സ്, എങ്ങനെങ്കിലും ഈ കെട്ടിടം കയറി പോണം അമ്മച്ചി. അയ്യോ ഗൈസ്, ഇതെൻ്റെ സ്വന്തം വീടാണ്. ഞാൻ അമേരിക്കയിലാണ് താമസിക്കുന്നത്. പക്ഷേ ഇല്ലേ, ഞാൻ ഇന്ത്യയിൽ അറിയാതെ ഒന്ന് പോയി. അപ്പോൾ അവിടുത്തെ മലയാളം ഭാഷയും പഠിച്ച്. ഇതാണ് ഗൈസ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇനിയും മേളിലോട്ട് കയറാവിടല്ല. ചേട്ടാ, ഞാൻ ഇത് ഇൻഫിനിറ്റി ടവറാണ് ഞാൻ ഇത് പണിഞ്ഞു വെച്ച. ഒരുപാട് വർഷങ്ങളായി ഞാൻ ഇത് പണിഞ്ഞിട്ട്. അങ്ങനെ ഇല്ലേ, ഇന്ത്യൻ മൈൻക്രാഫ്റ്റിലും ഞാൻ പോയി. അതില്ലേ, ഞാൻ ദിവസമായിട്ടിരുന്ന മൈൻക്രാഫ്റ്റില്ല ഗൈസ്. അപ്പം ഇല്ലേ, ഞാൻ ഇപ്പം ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ മൈൻക്രാഫ്റ്റ് ഇല്ലേ, അത് മിനി ബ്ലോക്കി ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഗെയിമാണ്. അപ്പം ഇതാണ് മൈൻക്രാഫ്റ്റിൻ്റെ പാർട്ട് 3. പിന്നെ പാർട്ട് 4ഉം മിനി ബ്ലോക്കി ക്രാഫ്റ്റിൽ തന്നെ ആയിരിക്കും ഗൈസ്. അപ്പോൾ അതുവരെ നിങ്ങൾ കാത്തിരിക്കണം, അല്ലെങ്കിൽ ഞാൻ കാത്തിരിപ്പിക്കും. സോറി ഗൈസ്, ഞാൻ നിങ്ങളെ സ്ട്രിക്റ്റ് ആക്കിയ കണക്കാണ് സംസാരിച്ച. നിങ്ങളുടെ ഫാൻസ് അല്ലേ, ഞാൻ അറിയാതെ ഒന്ന് സംസാരിച്ച് അങ്ങനെ ഒന്ന് പറഞ്ഞു പോയതാണ് ഗൈസ്. ക്ഷമിക്കണം, എനിക്ക് തെറ്റിപ്പറ്റി. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം ഗൈസ്. ഞാൻ മാപ്പ് പറയുന്നു. അമ്മേ, ചേട്ടാ, ഇതെങ്ങനെ പോകും അമ്മേ? എൻ്റെ ദൈവമേ, ഇനി ഹെൻറിയുടെ പോർട്ടലിൽ കണ്ടുപിടിക്കണം. എന്നാലേ ഇല്ലേ എനിക്ക് മറ്റേ സ്ഥലത്ത് പോകാൻ പറ്റുള്ളൂ. എങ്ങാലും ഹെൻറിയുടെ പോർട്ടൽ ഞാൻ ഇല്ല സാധാ കളിക്കണ മൈൻക്രാഫ്റ്റിൻ്റെ സൈഡില്ല, അവിടെ ഞാൻ ഒരു പോർട്ടൽ കണ്ട്. അതില്ല, അവിടുത്തെ പോർട്ടലാണ് കണ്ടത്. എന്നിട്ടില്ലേ, അവിടുത്തെ പോർട്ടൽ കണ്ടിട്ട് ഞാൻ ഇങ്ങോട്ടാണ് വന്നത്. ഞാൻ ഞാൻ ഇങ്ങോട്ട് വന്ന് ഫസ്റ്റ് ചെകുത്താൻ്റെ ലോകത്താണ് പോയത്. അവിടെ നിന്നില്ലേ വേണ്ട ഇവിടുത്തെ പോർട്ടൽ കണ്ട്. അത് ഇവിടുത്തെ പോർട്ടലാണ് ഹെൻറി പോർട്ടൽ. എങ്ങനെയും ആ ഹെൻറി പോർട്ടലില്ലേ, അവിടെ എങ്ങനെ വന്നെന്നാണ് എനിക്ക് അറിഞ്ഞൂടാത്ത. ഹെൻറിയുടെ പോർട്ടൽ അതിൽ കൂടെ എഴുതിയായി ഇവിടെ വന്ന്. ഫസ്റ്റ് ഞാൻ ചെകുത്താൻ്റെ ലോകത്ത് പോയി, എന്നിട്ട് ഹെൻറിയുടെ പോർട്ടലിൽ കൂടെ ഇങ്ങോട്ട് വന്ന്. അങ്ങനെയാണ് ഗൈസ്. എൻ്റെ ദൈവമേ, ഇതെന്ത് ചെയ്യാനാ? ഇത് ഒരുപാട് നേരമുള്ള ഒരു വീഡിയോ ആണ്. അപ്പം സംസാരിച്ച് എൻ്റെ ഒരു വഴിയാവും. അതാണ് ഗൈസ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ടീംസ് എല്ലാവരും റെഡി അല്ലേ? ഫ്ലാഷേ നീയാ? എടാ ആര്യനെ, നീ അങ്ങനെ വളർന്നു പോയല്ലോ. എടാ അങ്ങനെയാണ്ടാ ഞാൻ വളർന്ന്. എടാ ഫ്ലാഷേ. എടാ നീ ഇല്ലേ ഒരു സൂപ്പർ ഹീറോ ആണെങ്കിൽ നീ ഒരു മനുഷ്യനാണ്. നിന്റെ ഉടുപ്പും ഫ്ലാഷിൻ്റെ കണക്കാണ്. എടാ ശരിയാണ്ടാ. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സിനെ ഞാൻ ഇവിടെ കണ്ട്. ഞാനും എൻ്റെ ഒരുപാട് ഫ്രണ്ട്സിനെ കണ്ട്. എടാ ഞാൻ ഇല്ലേ നിന്നെ കണ്ട്. അത് ഫസ്റ്റ് അവൻ്റെ പേരില്ലേ മാർക്കോ, പിന്നെ ഇല്ലേ ലൂയിസ്റ്റ്, പിന്നെ ഇല്ലേ പിന്നെ ഫ്ലാഷ് ഞാൻ നിന്നെ ഇപ്പം കണ്ടത്. പിന്നെ ഇല്ലേ ഇഫ്താർ ഒരുപാട് പേരെ ഞാൻ കണ്ട് ഗൈസ്. എടാ നീ ആരാ ഗൈസ് എന്നൊക്കെ പറയണ? എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ അടുത്ത്. ഓ, നിനക്കുള്ള യൂട്യൂബ് ചാനലൊക്കെ ഞാൻ മറന്നറാ. ഓ, അതുകൊണ്ടാണ്. ദൈവമേ, എന്താടാ നില്ലടാ അവിടെ. എല്ലാരും അവനെ അടിക്കാൻ പോടാ. ഓ ടീംസ് എല്ലാരും റെഡി അല്ലേ? അപ്പൊ അടിച്ചോ എല്ലാത്തിനെയും. ഞാനേ നിന്റെ ഞാൻ നിന്റെ വേറെ ആരെങ്കിലും എണീറ്റ് ഞാൻ നിന്നെ അടിക്കും. അയ്യോ നില്ലടാ.
ഓ പോടാ പോടാ പോടാ. എൻ്റെ ദൈവമേ ഒന്ന് പെട്ടെന്ന് പോവാം. അമ്മേ അയ്യോ ഒന്ന് പെട്ടെന്ന് പോവാം. ഒന്ന് പെട്ടെന്ന് പോ അമ്മേ. അയ്യോ എൻ്റെ ദൈവമേ. നീ ആറാ നമ്മളെ പ്ലാനറ്റ് ഒതുക്കാൻ. നീ ആറാ മര്യാദയ്ക്ക് പറയിട്ട് ഇറങ്ങി പൊക്കോ. എടാ നീ സോംബിയായിട്ട് സംസാരിക്കണ്ടാ. എടാ നീ സോംബി അല്ലായിരുന്നു. സോറി എടാ. ഉമ്മയെ ചെല്ലന്തി ഉമ്മേ. അമേരിക്കൻ ലൂയിസ് എങ്ങാലും എവിടെ? ലൂയിസിനെ ഞാൻ ഫസ്റ്റ് കണ്ടായിരുന്നു, എന്നിട്ട് കാണാനില്ലേ ഇപ്പം. ലൂയിസിനെ കാണാനില്ല ഗൈസ്. എന്തെന്ന് പറഞ്ഞൂടാ. ലൂയിസിനെ കാണാനില്ല. ആ അതെ ലൂയിസ്. ലോയിസേ എടാ നിന്നെ കണ്ടിട്ട് ഒരുപാട് ദിവസമായില്ല. ഓ ഒന്നും പറയണ്ടാ ലോയിസ്. എടാ നീ ലൂയിസിനെ കണ്ടാടാ? ഇല്ല. ഡാ സോംബി ലൂയിസിനെ കണ്ടില്ല. എന്താ നീ ഫസ്റ്റ് സോംബിനെ ഒന്ന് അടിച്ച് കൊന്നാണ്. ലൂയിസിനെ കാണാനില്ലാന്ന്. ചേട്ടാ ഈ ലൂയിസ്റ്റ് എവിടെ പോയി? ലൂയിസിനെ എൻ്റെ അകത്ത് കാണുമോ നോക്കട്ടെ. ലൂയിസ്റ്റേ ലൂയിസിനെ കാണാനില്ല. ലൂയിസ്റ്റ് ഗൈസ്, ഇത് ലോയൂസും ലൂയിസ്റ്റുമാണ്. ഈ പേര് ഏകദേശം ഒന്നാണ്. നിങ്ങളത് കേട്ട് കൺഫ്യൂഷൻ ആവണ്ട. ഈ പേര് ഏകദേശം ഒന്നാണ് ഗൈസ്, ലൂയിസ്റ്റും ലോയിസും. ഇത് ലോയൂസ് ആണ്, ലോയിസ് അല്ല. ലോയിസ് എന്നെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറിൻ്റെ പേരാണ്. എന്നെ മാത്രമല്ല എൻ്റെ ചേച്ചീനെയും പഠിപ്പിക്കും. നല്ല സ്നേഹമുള്ള ഒരു ടീച്ചറാണത്. എന്നാലും ലോയൂസിനെ എടാ ലോയിസേ എടാ ലൂയിസിനെ കണ്ടാടാ ഒന്ന് പറയടാ. എടാ കണ്ടില്ലടാ. നിന്റെ കണ്ടില്ലാത്ത എത്ര വട്ടം പറയണം? കണ്ടില്ല എൻ്റെ അടുത്ത് എത്ര വട്ടം പറയണം? ശരി ഇനി ഞാൻ ഈ ടവറിൽ കയറണില്ല. എടാ ലോയിസേ പോടാ അങ്ങോട്ട്. ഒന്ന് പെട്ടെന്ന് പോ. പോയി. എടാ സോംബി നിൽക്കണം. അവ അപ്പുറത്തെ പ്ലാനറ്റിൽ പോയി. ഇനി ഒന്നും പറയാൻ പറ്റൂല. അവ അപ്പുറത്തെ പ്ലാനറ്റിൽ പോയി. അമ്മാ നീ ഫ്ലാഷേ അവൻ ആറാ. അവന് എന്നെ കാണിച്ചെടാ ഞാൻ. കൂടുതൽ വെള്ളത്തിലെടുക്കല്ലേ നീ നിന്നെ ഞാൻ ഇന്ന് കാണിച്ചെടാ. നില്ലടാ. യെസ് കൊന്നു. റോട്ടൻ ഫ്ലഷ് കഴിച്ചു നോക്കാം. വല്ലതും പറ്റോ ഗൈസ്? ഒരു പിടിയുമില്ല ഗൈസ്. സത്യം പറഞ്ഞില്ല, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളല്ലേ എൻ്റെ വീഡിയോസിനൊക്കെ നല്ല വ്യൂസ് എടുക്കണം ഗൈസ്, എന്നാലേ പറ്റുള്ളൂ, എന്നാലേ ചെയ്യാലോ ഗൈസ്. ഒരുപാട് പേരല്ലേ എൻ്റെ ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെന്ന് എനിക്ക് കിട്ടി. അപ്പം ഇല്ലേ കിട്ടിയിട്ട് വേണം ഇങ്ങനെയൊക്കെ ആവാൻ. അതാണ് ഗൈസ്. അപ്പം ഈ പറയാനുള്ളത് ഓച്ചറേ നിന്നെ കണ്ടിട്ട് ഒരുപാട് ദിവസമായില്ല. ഓടാ കുഴപ്പമില്ലടാ. അങ്ങനെയല്ലടാ. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സിനെ ഞാൻ ഇവിടെ കണ്ട് ഗൈസ്. ഒരുപാട് ദിവസമായി കണ്ടിട്ട്. ഒരുപാട് ഫ്രണ്ട്സിനെ ഞാൻ ഇവിടെ കണ്ട് ഗൈസ്. എൻ്റെ ദൈവമേ, ഒരുപാട് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ഒരുപാട് കണ്ട് ഗൈസ്. എടാ അതെ, നമ്മുടെ ആ മൈൻക്രാഫ്റ്റിൻ്റെ സ്ഥലത്തില്ലേ ഹെൻറി പോർട്ടൽ അവിടെ ഇല്ലായിരുന്നു. പക്ഷേ ഇല്ല, ഹെൻറി പോർട്ടലിൽ കൂടെ ഇല്ലേ വേണ്ട ആ മൈൻക്രാഫ്റ്റിൻ്റെ അവിടെയുള്ള മറ്റേ പ്രത്യക്ഷം ചെയ്യാൻ പറ്റണ ഒരാളുണ്ടല്ലോ, അയാൾ വന്ന് ഇങ്ങോട്ട്.
അല്ല അയാൾ ഇവിടെയുണ്ട്. ഹെൻറി പോർട്ടലിൽ കൂടെ വന്നതല്ല. ഇവിടെ പലതരം ജീവികളുണ്ട് ഗൈസ്. ബ്ലോക്കി ക്രാഫ്റ്റിലില്ലേ മൈൻക്രാഫ്റ്റിനെ പോലെ തന്നെ. നിങ്ങളല്ലേ മിനി ബ്ലോക്കി ക്രാഫ്റ്റ് ഇത് കേട്ട് വെച്ചോ. പക്ഷേ ഇല്ലേ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അത് പ്ലെൻറ്റി ക്രാഫ്റ്റ് എന്ന് മാത്രമേ എഴുതി വെച്ചിരിക്കുള്ളൂ. അല്ല ഡൗൺലോഡ് ആവുമ്പം ആയിട്ടില്ല. പ്ലേ സ്റ്റോറിൽ അവിടെ പ്ലേ സ്റ്റോർ അല്ലല്ലോ ഗാലറിയിൽ അവിടെ കിടക്കുമ്പോൾ ഇല്ലേ അത് പ്ലെൻറ്റി ഇതേ കണക്കേ ഇരിക്കുള്ളൂ. അല്ലാതെ അതേ മറ്റേ പോലെ ഇരിക്കില്ല. ഇതാണ് ഗൈസ്. അപ്പം ഇതാണ് വേറെ ഒരു കാര്യം. ഈ എന്തെന്ന് പറയട്ടെ ഈ എന്താ ഞാൻ മൈൻക്രാഫ്റ്റിൻ്റെ വേൾഡിൽ പോയില്ലേ. ഇനി ഹെൻറി പോർട്ടൽ കണ്ടുപിടിക്കണം, എന്നാലേ പറ്റുള്ളൂ. എല്ലാവരും കത്തി തുടങ്ങി. കത്ര എല്ലാം പോയി കത്ര അങ്ങോട്ട്. ഇങ്ങനെ ഹെൻറി പോർട്ടൽ എവിടെ പോയി എനിക്ക് അറിഞ്ഞുകൂടാ എവിടെയെന്ന്. ഷെടോ അങ്ങനെ ഹെൻറി എവിടെ പോയി? ഹെൻറി പോർട്ടൽ എവിടെ പോയി ഗൈസ്? എനിക്കൊരു പിടിയുമില്ല. ഹെൻറി മൺട്രി ഓർഡറല്ല. അങ്ങനെ ചെയ്യല്ലേ. നീ അങ്ങനെ ചെയ്താൽ നിനക്ക് ശാപം കിട്ടും. അപ്രത്യക്ഷവും പ്രത്യക്ഷവും ആവണ ആള്. എൻ്റെ ദൈവമേ ഒന്ന് പോടാ പെട്ടെന്ന്. അമ്മച്ചീ ഗൈസ് ലോയിസ്റ്റിനെ ഞാൻ കണ്ട്. പക്ഷെ ലോയിസ്റ്റിനെ ഞാൻ ഫസ്റ്റത്തെ തുടക്കത്തിലാണ് ഞാൻ കണ്ടത്. പിന്നെ ലോയിസ്റ്റിനെ പിന്നെ കാണാനില്ല. ലോയിസ്റ്റിനെ കാണാനില്ല ഗൈസ്. ഉമ്മയെ അവിടെ ചെലന്തി. കേറിവാടാ ലോയിസ്. ചേടാ ഞാൻ കേറി വരയില്ല. ആ ചെലന്തിയുടെ കടിയെടുത്ത് ചാവാൻ പോണ. ചേടാ ഇവന് വട്ടാണാ. ഹെൻറി പോർട്ടൽ എങ്ങാലും എവിടാ എനിക്ക് അറിയാൻ പറ്റില്ല. ഹെൻറി അപ്പൂപ്പ ഞാൻ ഇവിടെ വിട്ടു പോവുക. എനിക്ക് ഹെൻറി പോർട്ടലെ കണ്ടുപിടിക്കണം. മോനെ വിട്ട് പോവല്ലേടാ. എനിക്ക് മോനെ തൽക്കാലം വിട്ട് പോണില്ല കേട്ടാ അപ്പൂപ്പ. ശരിയടാ മോനെ. മഴ പെയ്യണം ഇവിടെ. എന്താവാനാ ഗൈസ് ഇവിടെ മഴ പെയ്യണം. ഹെൻറി പോർട്ടൽ ഇത് തന്നെ എൻ്റെ ബാക്കിൽ നിൽക്കണം. ഹെൻറി പോർട്ടൽ തന്നെ ഇത് തന്നെയോ എന്തോ എനിക്കൊന്നും അറിയാൻ പറ്റുന്നില്ല. നീ ആ ടവറിൽ കയറാൻ പോണു ഗൈസ്. ടവർ ഇവിടെ അല്ലല്ലോ. ഇവിടെ അല്ല ടവർ. തൽക്കാലം വീടിൻ്റെ ഇവിടെ കയറിയിരിക്കാം. ഇവിടെ കയറിയിരുന്നാലേ പറ്റൂ. മഴ കൊള്ളണ്ട എനിക്ക്. എൻ്റെ ദൈവമേ എന്ത് ചെയ്യാനാ ഗൈസ്. മര്യാദയ്ക്ക് ഇരുന്ന ഞാനാണ് ഇപ്പോഴത്തെ ഡിർട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാൻ ഡിർട്ട് എന്തിനെനിക്ക് വീട് പണിയാനാ? ഈ ഒറ്റ അടിക്കൊന്നും എനിക്ക് വീട് പണിയാൻ പറ്റൂല. ഒരുപാട് ദിവസം എടുക്കും. അത് ഹെൻറി പോർട്ടൽ എവിടെ നിന്ന് കണ്ടുപിടിക്കല്ലേ ഞാൻ പിടിക്കട്ടെ ഞാൻ. ഷെടോ ഇതിപ്പോൾ ആകെ വട്ട് പിടിക്കുന്ന അവസ്ഥയല്ലോ. ആ മരത്തിൻ്റെ ചുവട്ടിൽ പോയി നിൽക്കാം. മരത്തിൻ്റെ അടിയിൽ പോയിട്ട് പെട്ടെന്ന് ഓടാ. ഹെൻറി വരാറായാ. ഞാൻ ആദ്യം മഴ കൊള്ളാതെ എവിടെയെങ്കിലും സേഫ്റ്റി ഇരിക്കട്ടെ. ഗൈസ് ഹെൻറിയുടെ സൗണ്ടാണത്. ഞാൻ ഇല്ലേ മൈൻക്രാഫ്റ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴില്ലേ ഹെൻറിയുടെ സൗണ്ട് അങ്ങനെയായിരുന്നു ഗൈസ്. അപ്പോൾ ഹെൻറി വരാറായി ഗൈസ്. അപ്പോൾ ഹെൻറി വരാറായി. ഇപ്പോൾ അപ്പാണ് ഹെൻറി വരും വന്നിരിക്കും. ഹെൻറി വരും. എനിക്കറിയാം ഗൈസ് ഹെൻറി വരും വന്നിരിക്കും. അല്ലെങ്കിൽ ഗൈസ് ഹെൻറി വരും. എനിക്ക് ഉറപ്പാണ് ഹെൻറി വരും ഗൈസ്. നമുക്ക് എങ്ങനെങ്കിലും ഇനി ഹെൻറിനെ കണ്ടുപിടിക്കണം. ഹെൻറി പോർട്ടൽ എങ്ങനെ കണ്ടുപിടിക്കും ഇനി? ഹെൻറിൻ്റെ സൗണ്ട് എവിടെയെന്ന് കേട്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി ഇതാണ് ഹെൻറി പോർട്ടൽ. ഞാൻ ഒന്ന് നോക്കി നോക്കട്ടോ. അല്ല ഇത് തായ്ലൻഡാണ് ഗൈസ്. തായ്ലൻഡ് അല്ല അമേരിക്കയാണ്. ഒന്ന് പെട്ടെന്ന് പോടാ. അല്ല ഇത് അമേരിക്കയാണോ തായ്ലൻഡാണോ ഗൈസ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് അമേരിക്കയാണോ തായ്ലൻഡാണോ നിങ്ങളൊന്ന് ഇല്ലേ പറയണേ ഗൈസ്. ഇത് അമേരിക്കയാണോ? അല്ല തായ്ലൻഡ് തന്നെ ഗൈസ്. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല ഈ സ്ഥലം കണ്ടപ്പോഴേ. ഇനി ഇതാണ് ഹെൻറി. ഇതുമല്ല ഹെൻറി. പിന്നെ ഏതാണ് ഹെൻറിനെ എനിക്ക് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ഇപ്പം എനിക്ക് പറ്റൂല. എനിക്ക് എൻ്റെ നാട്ടിൽ പോകണം.
ചേട്ടാ എൻ്റെ നാട്ടിൽ നിന്ന് എങ്ങാലും ഒരുപാട് പേര് ഇല്ല ഇങ്ങോട്ട് വന്നല്ലോ. എടാ ലോയൂസ്റ്റ് യെസ് ഹെൻറി കണ്ടുപിടിച്ച് ഫൈനലി. യെസ് അങ്ങനെ ഇവിടെ വന്ന് ഞാൻ ഹെൻറിയുടെ കണ്ടുപിടിച്ച് ഞാൻ ഇങ്ങോട്ട് വന്ന്. ഇനി എങ്ങോട്ടും ഇല്ലാതെ ഞാൻ ഇല്ലേ നേരെ പോവാണ്. എങ്ങോട്ടും ഇല്ലാതെ എവിടെയാണെന്നും പോലും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എവിടെയൊക്കെയോ പോവുകയാണ്. എനിക്ക് ഇല്ലേ ഏത് സ്ഥലത്ത് പോകണമെന്ന് അറിഞ്ഞൂടാ. പക്ഷേ ഇല്ലേ ഞാൻ എവിടെയെങ്കിലും പോകാൻ പോകണം. എനിക്കിനി ഇവിടെ നിൽക്കണ്ട. ഞാൻ എവിടെയെങ്കിലും പോകാൻ പോകണം. പിന്നെ ഞാൻ ഇല്ലേ ഇവിടെ നിന്ന് കണ്ടുപിടിച്ച പോർട്ടലില്ലേ അതിൻ്റെ പകുതി ഭാഗം ഇല്ലേ പൊളിഞ്ഞായിരുന്നിരുന്ന്. പിന്നെ ഇല്ലേ ആ വെള്ളത്തിൻ്റെ അടിയിലുള്ള തീയും പിന്നെ ഇല്ലേ നമ്മുടെ സാധാ തീയും അത് രണ്ടും കൂടെ ചേർത്ത് ഞാൻ ഇല്ലേ അതിൻ്റെ ഒരു ഭാഗവും കൂടെ ഞാൻ ചേർത്ത് കളഞ്ഞു ഗൈസ്. അങ്ങനെയാണ് എനിക്ക് ആ പോർട്ടൽ ഉണ്ടായത്. ഫസ്റ്റ് ഞാൻ ചെകുത്താൻ്റെ ലോകത്ത് പോയിട്ടില്ലേ എന്നിട്ട് അവിടെ നിന്ന് വെച്ചാണ് ഞാൻ ഹെൻറി പോർട്ടലിനെ കണ്ടത് ഗൈസ്. എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകണം. തൽക്കാലം ഞാൻ ആത്മഹത്യ ചെയ്യട്ടാ, അതായിരിക്കും നല്ലത് ഗൈസ്. തൽക്കാലത്തേക്ക് ആത്മഹത്യ ചെയ്യട്ടാ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഇല്ല എങ്ങോട്ടും ഇല്ലാതെ എവിടെയെങ്കിലും പോകാൻ പോകും. ഇതാണ് നല്ലത് ഗൈസ്. നിങ്ങൾ വാഴ 2 ഫാൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വാഴ 1 ഫാൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇല്ലേ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇല്ലേ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫാൻസ് ആണെങ്കിൽ ഇല്ലേ നിങ്ങൾ കമൻറ്റ് സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. അപ്പം ഇല്ലേ ലൈക്ക് ഇന്നത്തെ ഗൈസ് ഞാൻ മറ്റേവിടെ കുഴിച്ചിട്ട സ്ഥലം ഇവിടെയാണ് ഗൈസ്. ഇത് ഈ കുരിശുമാല കണക്ക് കിടക്കണ സ്ഥലമില്ലേ ഇത് ഞാൻ മറ്റേവിടെ കുഴിച്ച സ്ഥലമാണിത്. എൻ്റെ ദൈവമേ ഞാൻ ഇതുവരെ വിട്ടിട്ടില്ല. എനിക്കത് കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത്. എൻ്റെ ദൈവമേ ഗൈസ് എന്താണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അവളെ കുഴിച്ചിട്ട സ്ഥലം അവിടെയാണ്. ആ സോംബിയായ എൻ്റെ വില്ലേജർ ഗേൾ ഫ്രണ്ട് അവളെ തങ്കപ്പെട്ട ഒരു കുട്ടിയായിരുന്നു. പിന്നെ അധികം വൈകാതെ അവളെ സോംബി കടിച്ചാരോ കൊന്നു കളഞ്ഞു. അങ്ങനെ ഇല്ല എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ ഞാൻ അവളെ ഇല്ല എൻ്റെ കയ്യിലിരുന്ന് ആക്സിട്ട് ഞാൻ തലമണ്ട അടിച്ചിട്ട് കൊന്നു ഗൈസ്. അങ്ങനെയാണ് കഥ. ഞാൻ അന്ന് ഇല്ലേ അതിൻ്റെ പാർട്ട് 1 ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പം ഇല്ല അതാണ് ഗൈസ് കഥ. അപ്പോൾ അതുവരെ നിങ്ങളൊന്നുമില്ലേ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ബെല്ലൈക്കും ഒന്നും ചെയ്യാൻ മറക്കല്ലേ. ഇന്നത്തെ ലൈക്ക് 10K പിന്നെ വ്യൂസ് 100K ആണേ. അപ്പം മറക്കല്ലേ ഗൈസ് അത്. ദൈവമേ നീ എങ്ങനെങ്കിലും ഇവിടുന്ന് പോകണം. ഇവിടുന്ന് പോയാൽ എനിക്ക് പറ്റുള്ളൂ അത്രേ പറ്റുള്ളൂ. യെസ് ഗൈസ്. അപ്പം ഇതാണ് എൻ്റെ പറ്റണമായ രീതി. എന്താണെന്ന് എനിക്കറിയൂടാ, പക്ഷേ ഇതാണ് എനിക്ക് പറ്റുന്ന രീതി. ഞാൻ ഇതുവഴി കൂടെ പോകും. എൻ്റെ ദൈവമേ ഇനി ഞാൻ ഇവിടുന്ന് മറ്റവനെ കണ്ടുപിടിക്കണമല്ലോ. ഏതാ അപ്രത്യക്ഷവും പ്രത്യക്ഷമാവണം അവനെ കണ്ടുപിടിച്ചിട്ട് ഇങ്ങോട്ട് ഞാൻ തിരിച്ചു വരാമെന്ന് വിചാരിക്കണ്ട. ഞാൻ തിരിച്ചു വരില്ല. ഞാൻ ഇല്ലേ സ്പോട്ടിൽ തന്നെ ഞാൻ അവിടെ നിന്ന് പോകും. ഏതെങ്കിലും ഒരു ലോകത്ത് ഞാൻ പോകും. ഞാൻ അവിടെ നിന്ന് നീന്തി ഒരു ലോകത്ത് പോകും. പക്ഷെ അപ്പുറത്തേക്ക് ഞാൻ തളർന്ന് ചാവും. അതാണ് ഗൈസ്. ഇതാണ് ദൈവമേ ഗൈസ് എന്ത് പറയാനാണ്. ഞാൻ എങ്ങോട്ടെങ്കിലും പോവാം. എങ്ങോട്ടും ഇല്ലാതെ എവിടെയെങ്കിലും പോട്ട്. ഇതെങ്കിലുമാണ് എനിക്കുള്ള ആകെ ആശ്വാസം. ഗൈസ് നിങ്ങൾ കേൾക്കാനുള്ള ഒരു കാര്യമാണിത്. ഞാൻ എന്താണ് ഈ ചെയ്യണത്? എനിക്ക് വട്ടായോ? അല്ലെങ്കിലും എനിക്ക് വട്ടാണ്, അത് പറയേണ്ട ആവശ്യമില്ല. പിന്നെ വേറെ ഒരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം, ലൈക്കും സബ്സ്ക്രൈബും ഷെയറും പിന്നെ കമൻറ്റും സപ്പോർട്ടും ഫോളോവും ഒന്നും ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ലൈക്കും സബ്സ്ക്രൈബും ബെല്ലൈക്കും ഒന്നും ചെയ്യാൻ മറക്കല്ലേ. അതാണ് ഗൈസ്. അങ്ങനെയാണ് ഗൈസ്. പിന്നെ ഇല്ലേ എന്തുവായിരുന്നു ഗൈസ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു. പിന്നെ ഇല്ലേ വീഡിയോ ഇല്ലേ കുറച്ച് നേരം കൂടെ കഴിഞ്ഞാൽ വൈൻഡപ്പ് ആവും. അപ്പം അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളൊക്കെ ഇല്ലേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്ക് അടിക്കാത്തവർ ബെല്ലൈക്ക് അടിക്കണം. പിന്നെ ഇല്ലേ പിന്നെ സപ്പോർട്ട് ചെയ്യാത്തവർ സപ്പോർട്ട് ചെയ്യണം. ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യണം. പിന്നെ ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യണം.
പിന്നെ ഇല്ലേ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാൻ എൻ്റെ ലിങ്ക് അയച്ചു തരാം. അപ്പം ഇല്ലേ കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഈ വീഡിയോ വൈൻഡപ്പ് ആവും. അപ്പം അതിനു മുമ്പേ ഞാൻ വേറെ ഒരു കാര്യം കൂടെ പറയുവാണ്. ഈ കാര്യം ഞാൻ പറഞ്ഞു തീർന്നല്ലോ. ഇനി വേറെ ഒരു കാര്യം കൂടെ പറയാൻ വരുവാണ്. പിന്നെ ഈ ന്യൂ മാസ്റ്ററും പിന്നെ ഇല്ലേ ഈ വൂൾസാരും ഇവർ രണ്ടുപേരെയും കണ്ടുപഠിക്കണം കേട്ടോ. എന്നെ പോലെ കണ്ടുപഠിച്ച നിങ്ങളൊക്കെ അപ്പം ബൈ, സി യു.